വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ് ഈസ് മീ ആമിന. ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ പോണേണ്. അപ്പോൾ നമുക്ക് ബേസൊക്കെ ചെറുതായിട്ടൊക്കെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മോൾഡ് വലിയ കഷ്ണമൊക്കെ ചെറുതാക്കി അരിഞ്ഞു കൊടുക്കണവേ. കയ്യിൽ നിന്ന് തെന്നി പോകണേണ് ഈ സാധനം. അപ്പോൾ നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ വെള്ളം ചൂടാക്കണം. ചൂടാക്കി വെച്ച് ഈ സാധനം അത് ഇറക്കി വെച്ച് കൊടുക്കണം. ഇവിടെ പോവാത്തത് ഓക്കെ. ഇത് വേഗം മെൽറ്റ് ആവും കേട്ടോ. പിന്നെ ഒരു പ്രശ്നം സ്പൂൺ എടുത്തായിരുന്നു. ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്ക്. ഞാൻ ചെയ്യുന്നതിൽ ചെറിയ തെറ്റും ഇതൊക്കെ ഉണ്ടാവും. നിങ്ങളെനിക്ക് തിരുത്തേണ്ടതാണ് കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് സോപ്പൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. നല്ലോണം ഇതാക്കണവേ. ഇച്ചിരി ചെറുതാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ വേഗം തീർന്നേനെ. ഇച്ചിരി ടൈം പിടിക്കും. അത് ചെറുതായിട്ടൊക്കെ മെൽറ്റായി വന്നുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കി കൊടുക്കണത് കണ്ടോ. ഇപ്പം ചെറുതായിട്ടൊക്കെ കട്ട കെട്ടിയിട്ടുള്ളൂ. നിങ്ങൾ ചെറിയ ചെറിയ സൗണ്ടൊക്കെ കേൾക്കുക. അതൊന്നും വലിയ കാര്യമാക്കാൻ നിൽക്കില്ല. അവർക്ക് ഇവിടെയൊക്കെ പൂച്ചയാണ് കേട്ടോ. ഇതുണ്ടോ, ഇനി ഇച്ചിരി കൂടി കട്ടയുണ്ട് കേട്ടോ മെൽറ്റ് ആവാനായിട്ട്. ഇത് കണ്ടോ, ഇച്ചിരി കൂടി കട്ടയൊക്കെ ഉണ്ട്. വേഗം മെൽറ്റ് ആവും. കൈ പൊള്ളു ഗൈസ്. കുഴപ്പമില്ല. ഇനിയും കട്ടുണ്ട് കേട്ടോ. അതെ, ആവി അടിച്ചിട്ട് ഇതായി. ഗ്യാസ് ഓഫ് ചെയ്യും. നമുക്ക് കമ്മോ നമുക്ക് ഇതിനകത്ത് ഇനി എസെൻസ് ഒക്കെ ചേർക്കാനുണ്ട്.
ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതായി പോകും. ഞാനിപ്പോൾ എന്തിൻ്റെ ആണെന്ന് എനിക്കറിയത്തില്ല, ഇപ്പം തന്നെയാണ് ഡൗവിൻ്റെ ആണെന്ന് തോന്നുന്നു. നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണത്. ഞാൻ 2 സ്പൂണാണ് കേട്ടോ ഇടുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. നിങ്ങൾ എത്രമാത്രം ബേസ് എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് വേണം എടുക്കാനായിട്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ മോൾഡിൽ ഇച്ചിരി എണ്ണയൊക്കെ തേച്ചാണ് കേട്ടോ വെച്ചേക്കണത്. എണ്ണ തേക്കണം, അല്ലെങ്കിൽ പറഞ്ഞു പോലെ നല്ല പാടായിരിക്കും. നിറഞ്ഞൊഴുകാതെ നോക്കണം. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡെക്കറേഷനൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഡെക്കറേഷനൊക്കെ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഒരു ഇച്ചിരി കൂടി ഉണ്ട് കേട്ടോ, അത് ഇതിൻ്റെ അകത്ത് ഇരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ്, എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ.